ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് ജി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ബ്രഹ്മി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ഹെയർ പാക്ക് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിനും. അതുപോലെ തന്നെ നമുക്ക് ഡാൻഡ്രഫോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ബ്രഹ്മി പറിക്കാനായിട്ട് പോവുകയാണ്. അപ്പം കണ്ടു, ഇതെല്ലാം ബ്രഹ്മിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പം ഇടയ്ക്ക് പുല്ലും ഒക്കെ ഉണ്ട്. അപ്പം എന്നാൽ കൂടുതലും ബ്രഹ്മിയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്നും ബ്രഹ്മിയുടെ തണ്ടുകൾ ഓടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലും നമ്മുടെ ചെമ്പരത്തിയുടെ ചെമ്പരത്തി താളി അത് നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അലോവേരയും കൂടെ ഈ ഒരു പാക്കിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രഹ്മി ആദ്യം തന്നെ പറിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ബ്രഹ്മിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഞാനിപ്പോൾ കാച്ചിയ എണ്ണയ്ക്കകത്തും ഉപയോഗിക്കുന്ന എണ്ണയിൽ ഇപ്പം ബ്രഹ്മി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മുടിക്കുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറാനും, അത് ഇച്ചിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും, അതുപോലെ നമ്മൾ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാനും ഈ ഒരു ബ്രഹ്മിക്ക് കഴിവുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കൂട്ടത്തിൽ താളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താളിയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അലോവേര ജെല്ലും നമുക്കൊരു മോയ്സ്ചറൈസേഷൻ കൊടുക്കാനും നമ്മുടെ സ്കാൽപ്പിനെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു തണ്ട് പറിച്ചെടുത്തിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ജാറിൽ ഇതുപോലെ ബ്രഹ്മിയുടെ ഇല എടുത്തിട്ട്, അതായത് തണ്ട് എടുത്തിട്ട് അതിങ്ങനെ കുറച്ചൊന്ന് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് പെട്ടെന്നൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ അലോവേര ജെല്ലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് 2 സ്പൂൺ നമ്മുടെ താളി പൊടിച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മുടി നമുക്ക് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. കോംബ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ പാർട്ടീഷൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1 by 1 ആയിട്ട് പാർട്ടീഷൻ എടുത്തിട്ട് അവിടെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ ഹെയറിലും കൂടി ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ടിൽ മൊത്തം പാർട്ടീഷൻ ചെയ്തിട്ട് അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഹെയർ സ്ട്രാൻഡ്സിലും അതുപോലെ തന്നെ ഹെയർ ടിപ്പിലും എല്ലാം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എണ്ണ കാച്ചി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കാനും, അതുപോലെ തന്നെ ഇച്ചിങ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇച്ചിങ് ഒക്കെ മാറി നല്ല സ്കാൽപ്പ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പും ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നമുക്ക് ബാക്കി വന്ന പാക്ക് നമ്മുടെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ ഹെയറിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് മുകളിലേക്ക് ഇതൊന്ന് കെട്ടി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ ഹെയറിൽ ഒരു മണിക്കൂർ നമ്മൾ വെക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് വർക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മണിക്കൂർ ഇതിനൊരു ടൈം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിക്കാതെ വാഷ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല റിസൾട്ടായിരിക്കും. പിന്നെ നമ്മൾ ഗിവ് എവേയുടെ കാര്യം ആരും മറക്കരുത്. അപ്പം നാളെയാണ് അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.